Hi guys, ഇന്ന് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത് ഇൻവേഴ്സ് Z ട്രാൻസ്ഫോം യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ആണ്. ഓക്കെ, സോ തന്നിരിക്കുന്നത് എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഫോമായ ഇസഡ് ഇൻവേഴ്സിൽ തന്നെയാണ് 1 + 3Z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 + 3Z ഇൻവേഴ്സ് പ്ലസ് 2Z റേസ് ടു -2. ഓക്കെ, സോ അതാണ് തന്നിരിക്കുന്നത്. ആദ്യം നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇസഡിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കുക. ഓക്കെ, ഈ ഹോൾ ഇക്വേഷനിൽ ഇസഡിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണ്? ഇസഡ് റേസ് ടു -2. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ, അതായത് ഇസഡ് സ്ക്വയർ. ഓക്കെ, ഇസഡ് റേസ് ടു -2ൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഇസഡ് സ്ക്വയർ. ഓക്കെ, ആ ഇസഡ് സ്ക്വയർ വെച്ചിട്ട് ഈ ഹോൾ ടേമിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, so x of z is equal to, okay, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇസഡ് സ്ക്വയർ എന്നാണ് പറഞ്ഞത്. ഇസഡ് പ്ലസ് 3 സ്ക്വയർ പ്ലസ് 3z ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 3z പ്ലസ് 2. ഓക്കെ, ഞാൻ multiply numerator and denominator by z square. ഓക്കെ, സോ അപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. ഓക്കെ, ഇനി ന്യൂമറേറ്ററിൽ നിന്ന് ഞാൻ അതിനെ ഒരു ഇസഡിനെ വെളിയിലെടുക്കുകയാണ്. ഇസഡ് ഇൻറ്റു ഇസഡ് പ്ലസ് 3 divided by z square plus 3z plus 2. ഓക്കെ, സോ എന്നിട്ട് ഞാൻ എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് എന്ന് എഴുതുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 3z പ്ലസ് 2. ഓക്കെ, ഇതായിരിക്കും പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ യു ഓഫ് എൻ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. ഓക്കെ, അങ്ങനെ എല്ലാത്തിനും ഇസഡ് ബൈ എന്നുള്ള ഒരു ടേമാണ് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് എന്ന് എഴുതുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 2. ഓക്കെ, പ്രോഡക്റ്റ് 2 സമ്മ് 3, അപ്പോൾ 2 + 1 3 അല്ലെങ്കിൽ 2 × 1 2. ഓക്കെ, സോ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എ ബൈ ഇസഡ് പ്ലസ് 1 പ്ലസ് ബി ബൈ ഇസഡ് പ്ലസ് 2. ഇത് നിങ്ങൾ ചെയ്തതാണ്. ഓക്കെ, സോ എ ഈസ് ഈക്വൽ ടു z plus 1 into x of z by z for z is equal to -1, which is equal to z plus 3 by z plus 2 for z is equal to -1. -1 plus 3 2, -1 plus 2 1, so 2. Okay, and b is equal to z plus 2 into x of z by z for z is equal to -2. Okay, that is z plus 3 by z plus 1 for z is equal to -2. ഇതൊന്നും ഈ വീഡിയോ കാണാത്തവർ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇത് സെയിം പോലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, so -2 plus 3 1, -2 plus 1 -1, so -1. ഓക്കെ, therefore നമുക്ക് എഴുതാം x of z by z is equal to 2 by z plus 1 minus 1 by z plus 2.
implies x of z is equal to 2z by z plus 1 minus z by z plus 2. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലായി. ഇനി നമുക്ക് എന്താണ് തന്നിരിക്കുന്ന വേർഷൻ നോക്കാം. അതായത് ആർ ഒ സി തന്നിരിക്കുന്നത് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2. ഇതാണെങ്കിൽ എന്ത് സീക്വൻസ് ആണെന്നാണ് പറഞ്ഞത്? കോസൽ സീക്വൻസ് ആണെന്ന്. കോസൽ സീക്വൻസ് ആണെങ്കിൽ ഇതിൻ്റെ ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് 1/n u of n ആയിരിക്കും. ഓക്കെ, സോ x of n will be inverse z transform of x of z, which is equal to 2 into minus 1/n u of n minus 2/n u of n. Okay, a raised to n u of n into the z by z minus a minus a raised to n u of n into the z by z plus a. ഓക്കെ, രണ്ടിനും എന്താണ്? മോഡ് z ഗ്രേറ്റർ ദാൻ മോഡ് എ. ഓക്കെ, സോ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, z ട്രാൻസ്ഫോം എങ്ങനെയാണെന്ന്. ഓക്കെ, സോ യു ഓഫ് എൻ വേണമെങ്കിൽ വെളിയിലെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടിരുന്നാൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കാണാം. ദാറ്റ് ഈസ് എന്താണ്? നമുക്ക് അറിയാം x of z is equal to 1 by 1 minus 2z inverse into 1 minus z inverse the whole square. ഓക്കെ, എന്താണ്? ഫോർ കോസൽ സിഗ്നൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, കോസൽ സിഗ്നൽ ആണെന്ന് തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. ദാറ്റ് ഈസ് ഡിറ്റർമൈൻ ദ കോസൽ സിഗ്നൽ എക്സ് ഓഫ് എൻ ഹാവിങ് ദ ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ദിസ്. കോസൽ അല്ല ആൻറ്റി കോസൽ ആണോ എന്ന് തരാതെ ആർ ഒ സി തരുമ്പോഴാണ് നമ്മൾ കോസലാണോ ആൻറ്റി കോസലാണോ എന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ടത്. ഇപ്പം നമുക്ക് തന്നിട്ടുണ്ട് ഇത് എക്സ് ഓഫ് എൻ ഈസ് എ കോസൽ സിഗ്നൽ എന്ന്. ഓക്കെ, സോ ഫൈൻഡ് എക്സ് ഓഫ് എൻ വിത്ത് ദിസ് എക്സ് ഓഫ് ഇസഡ്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യണം? ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കണം. ഓക്കെ, ഇവിടെ ഇസഡ് ഉണ്ട്, ഇസഡ് റേസ് ടു -1 ഉണ്ട്, ഇവിടെ ഇസഡ് റേസ് ടു -2 ഉണ്ട്. അപ്പം ഇസഡ് റേസ് ടു -3 ആണ് ഹയസ്റ്റ് പവർ. ഓക്കെ, സോ മൾട്ടിപ്ലൈയിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ഇസഡ് ക്യൂബ്. ഓക്കെ, നമുക്ക് എന്തോ കിട്ടും? എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ക്യൂബ് ബൈ z minus 2 into z minus 1 the whole square. ഓക്കെ, സോ നമുക്ക് എന്നാ വേണ്ടത്? എക്സ് ഓഫ് z by z. എക്സ് ഓഫ് z by z ഈസ് ഈക്വൽ ടു എന്താണ്? z സ്ക്വയർ ബൈ z minus 2 into z minus 1 the whole square, which is equal to a by z minus 2 plus b by z minus 1 plus c by z minus 1 the whole square. ഓക്കെ, സോ സ്ക്വയർ വരുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ ലാപ്ലാസിൽ പറഞ്ഞായിരുന്നു. എന്നാൽ ഇവിടെ നമുക്കൊന്നുകൂടെ നോക്കാം. a is equal to z minus 2 into x of z by z for z is equal to 2, which is equal to z square by z minus 1 the whole square for z is equal to 2. 2 square 4 divided by 2 minus 1 1.
that is equal to 4. ഓക്കെ, എന്ന് പറയുന്നത് 4 ആണ്. നൗ ബിയുടേത് എന്താണ്? Z-1 ആണ്. സോ ആദ്യം നമ്മൾ സിയുടേതാണ് കാണേണ്ടത്, കാരണം സ്ക്വയറിൻ്റേതാണ് ആദ്യം നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഏതാണോ ഉള്ളത് അതിൻ്റെയാണ് ആദ്യം കാണേണ്ടത്. സോ സി ഈസ് ഈക്വൽ ടു Z-1 the whole square into x of z by z. Okay, for z is equal to 1, which is equal to Z-1 the whole square cut ആയി പോവും. So z square by z minus 2. Okay, for z is equal to 1. 1 by 1 minus 2, which is equal to minus 1. Okay, so ഇത് രണ്ടും ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി ബി കണ്ടുപിടിക്കുന്നിടത്താണ് ഞാൻ പറഞ്ഞത് ബി ഈസ് ഈക്വൽ ടു 1 by 1 factorial into d by dz ഓഫ് എന്താണ്? z minus 1 the whole square into x of z by z. ഓക്കെ, ഇത്രയും ചെയ്തിട്ടാണ് z ഈസ് ഈക്വൽ ടു 1 ചെയ്യേണ്ടത്. ഓക്കെ, ഏതിൻ്റെ? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് വേണം നമ്മൾ z ഈസ് ഈക്വൽ ടു 1 കൊടുക്കാൻ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു d by dz ഓഫ് z സ്ക്വയർ മൈനസ് z മൈനസ് 2. ഓക്കെ, ഫോർ z ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു z മൈനസ് 2 ഇൻറ്റു derivative of the denominator into derivative of the numerator 2z minus z square into derivative of denominator 1 divided by z minus 2 the whole square. Okay, for z is equal to 1. ഇവിടെ വേണമെങ്കിൽ തന്നെ നമുക്ക് 1 കൊടുക്കാം. 1 minus 2 minus 1 minus 1 into 2 minus 2 minus 2 minus 1 minus 3. Okay, 1 minus 2 minus 1 whole square 1. അപ്പം minus 3. ഓക്കെ, ഇട്ട് കൊടുത്ത് നോക്കുക, നിങ്ങൾക്ക് ഈ വാല്യൂ തന്നെ കിട്ടും. Therefore x of z by z is equal to എന്തെന്ന് കിട്ടി? 4 by z minus 2 minus 3 by z minus 1 minus 1 by z minus 1 the whole square. Okay, x of z is equal to 4z by z minus 2 minus 3z by z minus 1 minus z by z minus 1 the whole square. Okay, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ലാപ്ലാസ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻസ് ഞാൻ പറയുവാണ്. ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. ഓക്കെ, ആർ ഒ സി മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ, മോഡ് എ ആണെങ്കിൽ മാത്രം. ഓക്കെ, സോ അതിൻ്റെ ലാപ്ലാസ് ഇസഡ് ട്രാൻസ്ഫോം എന്താണ്? എ റേസ് ടു എൻ യു ഓഫ് എൻ. ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ ചെയ്തതാണ്. Z n a raised to n minus 1 u of n. ഓക്കെ, ചെയ്തതാണ് എന്ന് എനിക്ക് തോന്നുന്നു. റീചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, z by z minus a the whole cube n into n minus 1 into a raised to n minus 2 u of n by 2 factorial. Okay, this can continue. Okay, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഓക്കെ, സോ z by z minus a the whole square എന്ന് പറഞ്ഞാൽ n a raised to n minus 1 into u of n. ഓക്കെ, സോ x of n എന്ന് പറയുന്നത് എന്താണ്? z inverse of x of z, which is equal to 4z by z minus 2. 4 2 raised to n u of n minus
3u of n minus nu of n. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം. ഓക്കെ, നമുക്കിനി വേറൊരു വീഡിയോയിൽ നമുക്ക് കോംപ്ലക്സ് വരുമ്പോഴുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാം. ബട്ട് തൽക്കാലം ഇസഡ് ഇൻവേഴ്സ് കാണാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ മാത്രമേ ഉള്ളൂ എനിക്ക് എളുപ്പം തന്നെ 6th മോഡ്യൂളിലാണ് അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ഇസഡ് ട്രാൻസ്ഫോം വരുന്നത്. സോ അതിലേക്ക് കടക്കണമെങ്കിൽ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോമിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു നോളജ് വേണമായിരുന്നു. അതിനു വേണ്ടിയാണ് ഈ വീഡിയോസ് ആദ്യമേ ചെയ്തത്. ഓക്കെ, സോ ഇതിൻ്റെ കുറച്ചും കൂടെ പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് പതിയെ ആഡ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ഇസഡ് ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് ഇൻ ദ 6th മോഡ്യൂൾ, അത് കാണാം. അതുപോലെ തന്നെ DTFT പാരലലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. Okay guys, have a nice day. Do subscribe my channel, share the videos with your friends and like the videos if you like it. Okay, thank you. Bye.